ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സൈന്യം വധിച്ചു. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരർ നുഴഞ്ഞുകയറിയെന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു പരിശോധന. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഈ കുപ്വാര മേഖലയിൽ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ മേഖലയിൽ നടക്കുന്നത്. 2 ഭീകരരെ വധിക്കാനും സാധിച്ചു. കൂടുതൽ വിവരങ്ങൾ. വിനോദയം, കുപ്വാരയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 2 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IBയുടെ ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റം നടന്നു എന്നുള്ളതായിരുന്നു. ഇതിനെ തുടർന്ന് സൈന്യവും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ 2 ഭീകരരെ കാണുകയും പിന്നീട് വെടിയുതിർക്കുകയും ചെയ്തു. അവിടെ ഏറ്റുമുട്ടൽ സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ ഭീകരരുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രദേശത്ത് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതാണ്ടും 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. അതിനാൽ വോട്ടെണ്ണൽ ദിവസത്തിൽ ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ പാക് കേന്ദ്രീകൃത ഭീകര ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് IBയുടെ റിപ്പോർട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷയും പരിശോധനയും ഇപ്പോൾ സൈന്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ് ഗൗതം അനന്തനാരായണൻ. നമുക്കറിയാം, ചൊവ്വാഴ്ചയാണ് ജമ്മു കാശ്മീരിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിലെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ചയാണ്. അതിന് മുന്നോടിയായി ആ മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം. അത് കൃത്യമായി നമ്മുടെ സൈന്യത്തിന് തടയാൻ കഴിയുന്നുണ്ട്. ആ ഏറ്റുമുട്ടൽ 2 ഭീകരരെ വധിക്കാൻ സാധിച്ചു. ആ മേഖലയിൽ പരിശോധനയും തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.